അസ്സാം വലൈക്കും വറഹമത്തുള്ള. ഇമാം നാഫിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഒരിക്കൽ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു സൊഫാ കുന്നിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുന്നത് ഞാൻ കേട്ടു. നമ്മളൊക്കെ ഹജ്ജിനും ഉംറക്കും പോകുന്ന സമയത്ത് സൊഫാ മറകൾക്കിടയിൽ സഈ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ സൊഫയുടെ മുകളിലെത്തി അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരു പ്രാർത്ഥന നിർവഹിക്കുകയാണ്. അദ്ദേഹം പറയണം, അള്ളാഹുവേ, നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ദുഊനി അസ്തജിബ് ലക്കും, നിങ്ങളെ എന്നോട് പ്രാർത്ഥിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറയണം, അള്ളാഹുവെ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്, അള്ളാഹുവെ നീ പറഞ്ഞതൊരിക്കലും നീ ലംഘിക്കില്ല. അതുകൊണ്ട് വ ഇന്നി അസ്അലുക്, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, കമാ ഹദൈതനി ലിൽ ഇസ്ലാം അല്ലാ തൻസിഅഹു മിന്നി ഹത്താ തതവഫാനി വ അന മുസ്ലിം. പഠിച്ചവനെ, എനിക്ക് നീ മുസ്ലിമാകാൻ ഇസ്ലാമിലേക്ക് ഹിദായത്ത് തന്നതുപോലെ ആ ഹിദായത്തിനെ എന്നിൽ നിന്ന് നീ ഊരിയെടുക്കല്ല പഠിച്ചവനെ. ഹത്താ തതവഫാനി വ അന മുസ്ലിം, മുസ്ലിമായി ഞാൻ മരണപ്പെടുന്നത് വരെ, അഥവാ എനിക്ക് മുസ്ലിമായി മരിക്കണമെന്നാണ്. സഹോദരങ്ങളെ, ഇതൊരു വളരെ ഗൗരവമുള്ള ആശയഗംഭീരം ഉള്ളൊരു പ്രാർത്ഥനയാണ്. ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഹിദായത്ത് കിട്ടുക എന്നുള്ളതാണ്. അതൊരു പക്ഷേ എപ്പോഴും നഷ്ടപ്പെട്ടേക്കാം. ഒരുപക്ഷെ പലരെയും നമ്മൾ കേൾക്കാറുണ്ട്, ദീനിനു വേണ്ടി ഒരുപാട് സേവനങ്ങൾ അനുഷ്ഠിച്ച, ദീനിയായി ജീവിച്ച ചില ആളുകളൊക്കെ ജീവിതത്തിന്റെ ചില പ്രത്യേക സാഹചര്യങ്ങൾ അങ്ങ് വഴിതെറ്റി പോവുക. ഒരുപക്ഷെ വഴിതെറ്റിപ്പോയ ചില ആളുകൾ പെട്ടെന്നൊരു ദിവസം തിരിച്ചു വരിക. ഹിദായത്ത് എന്നുള്ളത് ഒരുപക്ഷെ എപ്പോഴും നഷ്ടപ്പെടാനും ലഭിക്കാനും സാധ്യതയുള്ള കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇത് നിരന്തരമായി എപ്പോഴും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട പ്രാർത്ഥനയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ, പ്രവാചകന്മാർ പ്രാർത്ഥിച്ചതുപോലെ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥന, ഇങ്ങനെ ഇവരെല്ലാം അള്ളാഹുവിനോട് ചോദിക്കുന്നത് തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ, അള്ളാഹുവെ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളുടെ കൂടെ എന്നെ ചേർക്കുകയും ചെയ്യണേ റബ്ബേ എന്നാണ്. അതുകൊണ്ട് ഹിദായത്തിന് വേണ്ടി സദാസമയവും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രാർത്ഥനയ്ക്കുത്തരം കിട്ടുന്ന പ്രത്യേകം സമയവും സന്ദർഭവും സ്ഥലവും യോജിച്ചു വന്നപ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് ചോദിച്ച ചോദ്യം ചരിത്രത്തിൽ നമുക്ക് ബാക്കിയായത്, നമുക്കതിൽ നിന്നൊരു പാഠമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അതിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.